എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി 2ാം വർഷ പാഠപുസ്തകത്തിലെ 2ാം പ്രമേയം 2ാം തീമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്, രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്ന് പറയുന്ന പാഠ്യഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ തന്നെ മൗര്യ സാമ്രാജ്യം കഴിഞ്ഞ് ഗുപ്ത സാമ്രാജ്യത്തിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനും സമുദ്രഗുപ്തനും ചന്ദ്രഗുപ്തൻ രണ്ടാമനതാവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാൽ വളർത്തപ്പെട്ട ഒരു നൂറ്റാണ്ടിലേറെ കാലം ഇന്ത്യ ഭരിച്ച ഗുപ്തന്മാരെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂസ് ആയ പുതിയൊരു പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. ഇരിക്കുന്ന ഗ്രാമപ്രദേശം, ഇതാണ് പുതിയ ഭാഗം. മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശം, എ ചേഞ്ചിങ് കൺട്രി സൈഡ്. മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശം, എ ചേഞ്ചിങ് കൺട്രി സൈഡ്. ഇതിൽ പോപ്പുലർ പെർസ്പെക്ഷൻസ് അബൌട്ട് ദ കിങ്, രാജാവിനെ കുറിച്ചുള്ള ജനകീയ ധാരണകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിവിധങ്ങളായ സോഴ്സസ്, ഈ യൂസ്ഡ് several sources for the reconstruction of Maurya Gupta empires, coins, literature, inscriptions. എല്ലാ പ്രമേയങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഉറവിടങ്ങളെ പറ്റി പഠിച്ചാണ് വരുന്നത്. ഹാരപ്പൻ കൾച്ചർ പഠിച്ചപ്പോഴും ഈ 2ാം തീം പഠിക്കുമ്പോഴും ആ പാഠം പഠിക്കാൻ എന്തൊക്കെ സോഴ്സസ് ഉപയോഗിക്കുന്നു എന്ന് നോക്കിയാൽ, അപ്പൊ അതിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചത് ഇൻസ്ക്രിപ്ഷൻസ്, ശിലാലിഖിതങ്ങളാണ്. ഈ ശിലാലിഖിതങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് രാജാക്കന്മാരെ പറ്റി എന്തൊക്കെ ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരറിവും നമുക്ക് ലഭിക്കുന്നില്ല. ഹൗ ഡിഡ് പീപ്പിൾ തിങ്ക് അബൌട്ട് ദർ സബ്ജക്ട്സ്? എന്തായിരുന്നു ജനങ്ങൾ അവരുടെ രാജാക്കന്മാരെ പറ്റി ചിന്തിച്ചിരുന്നത്? ഇതറിയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഈ ഉറവിടങ്ങളിലൂടെ ലഭിക്കുന്നില്ല. ഇൻസ്ക്രിപ്ഷനുകളുടെ പരിമിതികൾ നമ്മൾ ഇതിനുശേഷം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ലിറ്ററേച്ചർ, സാഹിത്യ വിഭാഗത്തിലേക്ക് കടക്കുന്നു. സാഹിത്യ വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാന സാഹിത്യം ബുദ്ധ ജൈന സാഹിത്യങ്ങളായിരുന്നു. പിന്നീട് പഞ്ചതന്ത്രം കഥകളുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. ബുദ്ധന്റെ ജീവചരിത്ര കഥകൾ വിവരിക്കുന്ന ജാതക കഥകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ജാതക കഥകൾ, അവ നമുക്കിതിന് ഉപയോഗിക്കാം. വിഷ്ണു ശർമ്മ എഴുതിയ പഞ്ചതന്ത്രം കഥകൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. മൃഗങ്ങളും മനുഷ്യരുമൊക്കെ കഥാപാത്രങ്ങളായ ഗുണപാഠ കഥകളായ ഇന്നും ആൾക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചതന്ത്ര കഥകൾ. ഇതിലെ ജാതക കഥകളിലെ തന്നെ ഗണ്ഡതിണ്ടു ജാതകം എന്ന് നിങ്ങൾ കേട്ടുണ്ടാവില്ല. ഗണ്ഡതിണ്ടു ജാതകം എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു അവ്യക്തത പോലെ ഒന്നുണ്ടായി. അപ്പൊ ഈ ഗണ്ഡതിണ്ടു ജാതക ഒരു കഥയാണ്. ഇതില് വളരെ ക്രൂരനായ ഒരു രാജാവ് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടി വന്ന ഒരു ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ വളരെ നന്നായി വിവരിച്ചിരിക്കുന്നു. ഒരു ദിവസം ഈ രാജാവിന് തന്നെപ്പറ്റി ജനങ്ങൾക്ക് എന്താണ് ധാരണ, ജനങ്ങൾ തന്നെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ ഒരു മോഹമുണ്ടായി. അദ്ദേഹം വേഷം മാറി വേഷപ്രച്ഛന്നനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായി ജനങ്ങൾ രാജാവിനെ തിരിച്ചറിയാതെ രാജാവിനെ പറ്റി കുറ്റങ്ങൾ മാത്രമാണ് പറയുന്നത്. രാജാവ് കേട്ട നിരവധിയായ പഴികളിലൊന്ന് നമുക്ക് വേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. രാജാവിന്റെ നികുതി പിരിവുകാരും അവരെ കൊള്ളയടിക്കുകയാണ് എന്നതാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കൊള്ളക്കാരെയും രാജാവിന്റെ ഉദ്യോഗസ്ഥരെയും ജനം ഒരേപോലെയാണ് കണ്ടിരിക്കുന്നത്. ജനത്തിന് പല രാജാക്കന്മാരെയും കുറിച്ചുള്ള ധാരണ വളരെ മോശമായിരുന്നു എന്ന് നമുക്ക് ഈ കഥ മനസ്സിലാക്കി തരുന്നു. നല്ല രാജാക്കന്മാരില്ല എന്നല്ല, അപ്പോൾ വളരെ മോശപ്പെട്ട രാജാക്കന്മാരുണ്ടായിരുന്നു, ജനങ്ങൾക്ക് അവരെ വെറുപ്പായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
ഈ കഥയിൽ നിന്ന് നമുക്ക് പരീക്ഷാ സംബന്ധിയായി വളരെ വലിയ പ്രയോജനമൊന്നും വരുന്നില്ല. ഗണ്ഡതിണ്ടു ജാതകം പോലെ ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. എന്തായാലും കനത്ത നികുതി, കാർഷിക നികുതിയാണല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം. ലാൻഡ് ടാക്സ് വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പൊ സ്വാഭാവികമായിട്ട് രാജ്യത്തെ എല്ലാ ചെലവുകൾക്കും കാർഷിക നികുതി, ലാൻഡ് ടാക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കനത്ത നികുതി ഭാരം ആവാതെ ജനങ്ങൾ രണ്ട് മാർഗങ്ങൾ തേടി. They adopted two strategies to escape from these taxes. First, they escaped to the jungles, forests. ഈ നികുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അന്ന് ധാരാളമായുള്ള വനങ്ങളിലേക്ക് രക്ഷപ്പെടുക. രണ്ടാമതായിട്ട് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിപ്പിക്കുക. അപ്പൊ രണ്ടെണ്ണമാണ്. വനങ്ങളിലേക്ക് രക്ഷപ്പെടുക. ഫസ്റ്റ് സ്ട്രാറ്റജി വാസ് എസ്കേപ്പിംഗ് ടു ദ ഫോറസ്റ്റ്, വനങ്ങളിലേക്ക് രക്ഷപ്പെടുക. സെക്കൻഡ്, ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ടു മീറ്റ് ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ടാക്സ്. നികുതിയുടെ വീണ്ടും വീണ്ടുമുള്ള ആവശ്യത്തിന് പര്യാപ്തമായ രീതിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക. രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് നെഗറ്റീവ് മെത്തേഡാണ്, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വനാന്തരങ്ങളിലേക്ക് രക്ഷപ്പെടുക. അപ്പൊ അവിടെ വന്നാലും ടാക്സ് പിരിക്കാൻ വരുന്നില്ലല്ലോ. അടുത്തത്, വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ടമായ തടങ്ങളിൽ പുതിയ മെത്തേഡുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അവർ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ പോയിന്റ് തന്നെയാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത്. ഉൽപാദന വർധനവിനായി അവര് എന്തൊക്കെ മെത്തേഡുകൾ, വാട്ട് വെയർ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ പീപ്പിൾ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. വാട്ട് വെയർ ദ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ. നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചു കാണും. കാർഷികോൽപാദനം, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ വേണം. അപ്പം നിങ്ങൾക്ക് പറയാൻ സാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ നിങ്ങളോട് പറയും ഹൈ yielding വെറൈറ്റി സീഡ്സ്, ക്വാളിറ്റി ഫെർട്ടിലൈസേഴ്സ്, യൂസിങ് മെക്കാനിക്കൽ ഡിവൈസസ്, ഇതൊക്കെ പറയും. പക്ഷെ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യയെ കുറിച്ച് 1000-2000 വർഷം മുമ്പുള്ള കാലഘട്ടത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ ജനങ്ങൾ എന്ത് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഒന്ന്, യൂസ് ഓഫ് പ്ലോ, കലപ്പയുടെ ഉപയോഗം. കലപ്പ നമ്മൾ പാലിയോലിത്തിക് ന്യൂലിത്തിക് ഒക്കെ പഠിച്ച 5 ലക്ഷം വർഷങ്ങൾക്കിടയ്ക്കുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ഉത്പാദനോപാധികളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് തന്നെ പതിയെ ഉരുത്തിരിഞ്ഞു വന്നൊരു സാധനമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും ഇന്ത്യയിൽ ട്രാക്ടർ പോലുള്ള ആധുനിക മാർഗങ്ങളെക്കാൾ കൂടുതൽ സാധാരണ കർഷകൻ ഇന്ന് ഉപയോഗിക്കുന്ന പ്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റും പുരാണങ്ങളിലെ കലപ്പ ആയുധമായിട്ടുള്ള ദൈവം തന്നെ, ബലരാമന്റെ ആയുധം കലപ്പയാണല്ലോ. അപ്പൊ കലപ്പയ്ക്ക് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മണ്ണ് ശരിക്കും ഉഴുതു മാറ്റുവാൻ പറ്റുന്നത്. യൂസ് ഓഫ് പ്ലോ. അപ്പൊ ഇത് ഗംഗ കാവേരി തടങ്ങളിൽ, വാലീസ് ഓഫ് ഗാൻജസ് ആൻഡ് കാവേരി, ഈ ഗംഗ കാവേരി തടങ്ങളിലൊക്കെ വളരെ നല്ല ഉപയോഗമായിരുന്നു പ്ലോയ്ക്ക്. പക്ഷെ ഈ മലമ്പ്രദേശങ്ങളിലും മലഞ്ചെരുവുകളിലൊക്കെ ഈ കൈക്കോട്ടുകള്, തൂമ്പാകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് തന്നെയായിരുന്നു ഗുണം. അപ്പോ ഈ കലപ്പയുടെ ഉപയോഗം പാഡി കൾട്ടിവേഷൻ, റൈസ് പ്രൊഡക്ഷൻ അതിനെ ശക്തമായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഉൽപാദനം ശരിക്കും വർദ്ധിച്ചു. നെല്ലുൽപാദനം ശരിക്കും വർദ്ധിച്ചു. ഒന്ന്, യൂസ് ഓഫ് പ്ലോ, കലപ്പയുടെ ഉപയോഗം. അടുത്ത, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് സാപ്ലിങ്സ്. ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വാക്കിൽ കിട്ടുന്നുണ്ടായിരിക്കും. പറിച്ചു നടി, മാറ്റിവെക്കൽ എന്നൊക്കെയുള്ള രീതിയിൽ. ചിലപ്പോൾ മെഡിസിനിൽ നിങ്ങൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ആ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ സാപ്ലിങ്സ് പോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷനും ഇന്ത്യയിൽ എമ്പാടും ഉപയോഗിക്കാവുന്ന ഒരു കൃഷി രീതിയായിരുന്നില്ല. ഗംഗാ സമതലങ്ങളില് ഇത് സാധ്യമായിരുന്നു. ശരിക്കും ജലസേചനം, ജലം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമായിരുന്നുള്ളൂ. പറിച്ചു നടണമെങ്കിൽ ഒരിടത്ത് വിത്ത് നട്ട് അത് പറിച്ചു നടണമെങ്കിൽ ശരിക്കും ജലം നിൽക്കുന്ന കൃഷിയിടങ്ങൾ ആയിരിക്കണമായിരുന്നു. അപ്പോ എങ്കിലും
ഈ രീതി ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു, നെല്ലുൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. അപ്പൊ കലപ്പയുടെ ഉപയോഗമായി, വിത്തുകളുടെ പറിച്ചുനടിയിലായി. അടുത്ത ഇറിഗേഷൻ വർക്ക്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന മാർഗങ്ങൾ. ജലസേചനത്തിന് വേണ്ടി ഇന്ത്യൻ കർഷകൻ ഒരു വേഴാമ്പലിനെ പോലെ മഴ നോക്കി കാത്തിരിക്കുകയാണെന്നൊക്കെ എക്കണോമിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ പൗരാണിക കാലം തൊട്ട് വളരെ വലിയൊരു മഴക്കാലം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ ഒരു ഉത്പാദന കാലം കൂടിയായിരിക്കും അത്. മഴ കുറവുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ ഗോതമ്പ്, നെല്ല് ഉത്പാദനമൊക്കെ കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള ജലസേചന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന 6-ാം നൂറ്റാണ്ട് BC മുതൽ 6-ാം നൂറ്റാണ്ട് CE വരെയുള്ള ഈ കാലഘട്ടത്തില് ചില ജലസേചന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. കനാലുകൾ മീൻസ് തോടുകൾ, കിണറുകൾ വെൽസ്, പിന്നീട് റിസർവോയേഴ്സ് ജലസംഭരണികൾ. ഈ മാർഗങ്ങളിലൂടെയൊക്കെ ജലസേചനം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നദികളിൽ നിന്നൊക്കെ കനാലുകൾ എന്ന് പറയുമ്പോൾ കൃത്രിമമായി നിർമ്മിക്കുന്ന തോടുകൾ, അതുവഴി പാടശേഖരങ്ങളിലേക്കൊക്കെ ജലം എത്തിച്ചിരുന്നു. പിന്നീട് അന്നും ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായ കിണറുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുഴൽ കിണറുകൾ, കുഴിക്കിണറുകൾ എന്നൊക്കെ തരംതിരിക്കാം. അന്ന് കുഴൽ കിണറൊന്നുമില്ല, സാധാരണ കിണറുകൾ. ഇതിൽ നിന്നും ജലം കോരി കൃഷിക്ക് എത്തിക്കുന്ന പരമ്പരാഗത രീതി. അടുത്തതായി റിസർവോയേഴ്സ്, മൂന്നാമത്തെ ജലസേചന മാർഗമാണ് റിസർവോയറുകൾ. നമ്മുടെ വലിയ ഡാമിന്റെയൊക്കെ, തെമ്മൽ ഡാമിന്റെയൊക്കെ റിസർവോയറുകൾ കെട്ടിക്കിട്ടുണ്ടായി. കിലോമീറ്റർ കണക്കിന് സ്ഥലത്ത് പടർന്നു കിടക്കുന്ന ജലാശയങ്ങൾ. അപ്പോഴ് കൃത്രിമ റിസർവോയറുകൾ, ജലാശയങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അതിന് നമുക്ക് നല്ലൊരു ഉദാഹരണമുണ്ട് പുസ്തകത്തില്, പരീക്ഷാ സംബന്ധിയായിട്ട് ചോദിക്കുന്നതാണ്. സുദർശന തടാകം. പേര് സൂചിപ്പിക്കുന്ന പോലെ ദ ബ്യൂട്ടിഫുൾ ലേക്ക്. സുദർശന തടാകം. ഈ സുദർശന തടാകം ശാകരാജാവായ രുദ്രദാമൻ പുതുക്കിപ്പണിഞ്ഞതിനെ പറ്റി പരാമർശങ്ങളുണ്ട്, ശിലാലിഖിതങ്ങളിൽ പരാമർശങ്ങളുണ്ട്. വളരെ ശേഷം ഒരു ഗുപ്തരാജാവ് ഇത് വീണ്ടും പുതുക്കി പണിഞ്ഞതായിട്ട്. അപ്പൊ ആദ്യം സുദർശന തടാകം ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നീർച്ചാലുകൾ ഉണ്ടായിരുന്നു, വലിയ ജലാശയം ഉണ്ടായിരുന്നു, ജനങ്ങൾക്ക് അതിൽ നിന്നും ജലമെടുത്ത് കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നീട് വലിയ പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായപ്പോൾ തകർന്നുപോയ ഈ ജലാശയം ജനങ്ങളോട് നികുതി ഒന്നും വാങ്ങിക്കാതെ തന്നെ രുദ്രദാമൻ എന്ന് പറയുന്ന ശാകരാജാവ് ഇത് പുതുക്കിപ്പണിഞ്ഞതായി പറയുന്നു. അപ്പം കാർഷികോൽപാദനം വർദ്ധിക്കേണ്ടത് ജനങ്ങളുടെ കൂട്ട് തന്നെ രാജാവിന്റെയും ആവശ്യമായിരുന്നു. ഇവയൊക്കെയാണ് വ്യത്യസ്തങ്ങളായ കാർഷികോൽപാദന വർധനവിനുള്ള മാർഗം. ഗ്രാമീണ സമൂഹത്തിലെ വ്യത്യസ്തതകൾ, ഡിഫറൻസസ് ഇൻ റൂറൽ സൊസൈറ്റി. There were so many differences existed in the rural society of ancient India. സമകാലീന സമൂഹത്തിൽ നമുക്ക് കാണാം നിരവധിയായ സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരും പണക്കാരും, സാമ്പത്തിക വ്യത്യാസങ്ങൾ, ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തുടങ്ങി സാമൂഹിക വ്യത്യാസങ്ങൾ, നിരവധി വ്യത്യാസങ്ങൾ. ഇതുപോലുള്ള വ്യത്യാസങ്ങൾ പ്രാചീന ഇന്ത്യയിലും നിലനിന്നിരുന്നു. അതേപ്പറ്റി ഗ്രാമീണ സമൂഹത്തിലെ വ്യത്യസ്തതകൾ, നഗര സമൂഹമല്ല, ഗ്രാമീണ സമൂഹത്തിലെ ഈ റൂറൽ സൊസൈറ്റി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, they adopted so many strategies to increase the production. ഉൽപാദന വർധനവിന് അവർ നിരവധിയായ യൂസ് ഓഫ് പ്ലോ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് സാപ്ലിങ്സ്, യൂസ് ഓഫ് ഇറിഗേഷൻ, അങ്ങനെ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിച്ചെങ്കിലും അതിന്റെ ഗുണം സമൂഹത്തിൽ എല്ലാവർക്കും ലഭിച്ചില്ല. കാരണം എന്തുമായിരിക്കും? ഇത് തന്നെ ഗ്രാമീണ സമൂഹത്തിലെ വ്യത്യസ്തതകൾ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യസ്തതകൾ. ആ വ്യത്യസ്തതകൾ കാരണം സമൂഹത്തിൽ എല്ലാവരിലേക്കും ഇത് ചെന്നില്ല. സമൂഹത്തിൽ ഭൂരഹിതരായ കർഷക തൊഴിലാളികളുണ്ടായിരുന്നു, ചെറുകിട കർഷകരുണ്ടായിരുന്നു, വൻകിട കർഷകരുണ്ടായിരുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധ സാഹിത്യത്തിലെ, പ്രത്യേകിച്ച് പാലി സാഹിത്യത്തിൽ എഴുതിയ ബുദ്ധ
സാഹിത്യത്തിലെ ചില വാക്കുകളിൽ ഗഹപതി എന്ന ഒരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്നുണ്ട്. ഗഹപതി, ഗഹ വീടിന്റെ നായകൻ, ദ മാസ്റ്റർ ഓഫ് ഹൗസസ്. അപ്പോൾ വീടിന്റെയും സകല സമ്പത്തിന്റെയും നായകനായ ഗഹപതി. ഇത് സാധാരണ കർഷകരെ കുറിച്ചും വൻകിട കർഷകരെ കുറിച്ചും മാത്രമുള്ള പരാമർശമാണ്. അപ്പൊ ഈ വ്യത്യസ്തതകൾ നോർത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. തെക്കേ ഇന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശങ്ങൾ നമുക്ക് സംഘ സാഹിത്യത്തിൽ, സംഘം ഏജിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഘം ഏജ്, ഫസ്റ്റ് 5 centuries ഓഫ് ക്രിസ്ത്യൻ ഇറ ഇൻ സൗത്ത് ഇന്ത്യ, ഈ കാലത്ത് സംഘം ഏജ്, സംഘം ഇറ. ഈ കാലഘട്ടത്തിലെ സാഹിത്യത്തിനെ സംഘ ലിറ്ററേച്ചർ എന്ന് പറയും. ഈ സംഘ സാഹിത്യത്തില് തെക്കേ ഇന്ത്യയിലും ഈ രീതിയിലുള്ള സാമൂഹ്യ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും. വെള്ളാളർ, ഉഴവർ, അടിമകൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉയർന്ന ഉൽപാദനം ലഭിച്ചെങ്കിലും അതിന്റെ ഗുണഫലം ലഭിക്കാതെ താഴ്ന്ന രീതിയിൽ ജീവിക്കേണ്ടി വന്നൊരു വിഭാഗം അക്കാലത്ത് ഉണ്ടായിരുന്നു. ഭൂദാനവും പുതിയ നാട്ടുപ്രമാണികളും, ഇതാണ് നമ്മുടെ അടുത്ത ഭാഗം. ലാൻഡ് ഗ്രാൻസ് ആൻഡ് ന്യൂ റൂറൽ എലൈറ്റ്സ്. ലാൻഡ് ഗ്രാൻസ് ആൻഡ് ന്യൂ റൂറൽ എലൈറ്റ്സ്. നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഒരു പക്ഷെ കിട്ടുണ്ടായിരിക്കും ഭൂദാനം എന്ന്. ഇതുമൂലം ഉയർന്നു വന്ന പുതിയ നാട്ടുപ്രമാണിമാരെ കുറിച്ച്. ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ആൻഡ് ന്യൂ റൂറൽ എലൈറ്റ്സ്. ഭൂദാന പ്രസ്ഥാനം എന്നൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ട കിട്ടുണ്ടായിരിക്കും. ആചാര്യ വിനോബ ഭാവെ. ഇതല്ല, ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഏതാണ്ട് ഫസ്റ്റ് സെഞ്ചുറി തന്നെ ഭൂദാനം ആരംഭിക്കുന്നത്. ആരിൽ നിന്ന് തുടങ്ങി, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇത് പരീക്ഷാ സംബന്ധിയായി പ്രാധാന്യമുള്ള ഒന്നാണ് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം. ഭൂമി മുഴുവൻ രാജാവിന്റേതാണെന്ന ഫ്യൂഡൽ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിന്റെയും ആവിർഭാവം. ഭൂമി ദാനം ചെയ്തിരുന്നത് ബ്രാഹ്മണർക്കോ ബുദ്ധ സന്യാസിമാർക്കോ മതസ്ഥാപനങ്ങൾക്കോ ഒക്കെയായിരുന്നു. ഇതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൊത്തുലിഖിതങ്ങളിൽ നിന്ന്, ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ്. ചിലപ്പോൾ കല്ലിൽ നിന്നാവാം, പലപ്പോഴും കോപ്പർ പ്ലേറ്റുകളിൽ നിന്ന്, ചെമ്പ് തകിടുകളിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡെക്കാനിലെ ശതവാഹന രാജാക്കന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂദാന സമ്പ്രദായം ആരംഭിക്കുന്നത്. ഡെക്കാൻ, തെക്കേ ഇന്ത്യയിലെ ശതവാഹന രാജാക്കന്മാർ. അവര് ബുദ്ധ സന്യാസിമാർക്കും ബ്രാഹ്മണർക്കുമൊക്കെയാണ് ഭൂമി നൽകിയിരുന്നത്. ബുദ്ധ സന്യാസിമാർ സമൂഹത്തിൽ വളരെ കൂടുതലുണ്ടായിരുന്ന വിഭാഗമാണ്. പിന്നീട് ബ്രാഹ്മണർക്കൊക്കെ ഭൂമി ദാനമായി നൽകിയിരുന്നു. പിന്നീട് വന്ന ഗുപ്തന്മാർ ഈ സമ്പ്രദായം തുടർന്നു പോയി. അവരും മതസ്ഥാപനങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക്, ബ്രാഹ്മണർക്ക്, സന്യാസിമാർക്കൊക്കെ ഭൂമി ദാനമായി നൽകിയിരുന്നതിനെ പറ്റി ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നു. ഒരു പ്രത്യേക ഇൻസ്ക്രിപ്ഷനിൽ പ്രഭാവതി ഗുപ്ത നടത്തിയ ഒരു ഭൂദാനത്തെ പറ്റി പരാമർശിച്ചു. പ്രഭാവതി ഗുപ്ത എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രഭാവതി ഗുപ്ത എന്നാൽ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്ന വിക്രമാദിത്യൻ രാജന്റെ മകളാണ്. പ്രഭാവതി ഗുപ്തയെ അയച്ചിരിക്കുന്നത് ഡെക്കാനിലെ വകാടക രാജകുടുംബത്തിലേക്കാണ്. സംസ്കൃത സാഹിത്യങ്ങൾ പ്രകാരം, നിയമാവലികൾ പ്രകാരം, ധർമ്മശാസ്ത്രങ്ങൾ പ്രകാരം സ്ത്രീക്ക് സമ്പത്തിന്, സ്വത്തിന് അധികാരമില്ല, അവകാശമില്ല. പക്ഷെ പ്രഭാവതി ഗുപ്ത ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതായി ശിലാലിഖിതത്തിൽ പറയുകയും ചെയ്തു. സ്വത്ത് സ്വന്തമായിട്ടില്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യാൻ കഴിയില്ലല്ലേ. അപ്പൊ പ്രഭാവതി ഗുപ്തയ്ക്ക് സ്വത്ത് ഉണ്ടായിരുന്നു, അവരത് ദാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന നിയമാവലികൾ രാജ്യത്ത് എല്ലായിടത്തും നിലനിന്നിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ രാജാക്കന്മാരെ പോലെയുള്ള ഉയർന്ന ആൾക്കാർ അതനുസരിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂദാന സമ്പ്രദായത്തില് ചരിത്രകാരന്മാർക്ക് ഗുണകരമായ പലതുമുണ്ട്.
ഇതിനെപ്പറ്റിയുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് നമുക്ക് അന്നത്തെ കർഷകരെ പറ്റി രാജാക്കന്മാരെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന ഭൂമി അഗ്രഹാരം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഭൂമികൾ നികുതി രഹിതമായിരുന്നു. നികുതി ബാധ്യതകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. പലതരം ഭൂദാനങ്ങൾ നമുക്ക് കൊത്തുലിഖിതങ്ങളിൽ കാണാം. ചെറിയ തുണ്ടു ഭൂമികള്, വിശാലമായ ഭൂമികള്, നികുതി ഇളവില്ലാത്ത ഭൂമികള്, നികുതി ഇളവോടുകൂടി നൽകുന്ന ഭൂദാനങ്ങള്, ഇങ്ങനെ വ്യത്യസ്തമായത് കാണാം. ചരിത്രകാരന്മാർക്ക് ഇതിനെപ്പറ്റി വ്യത്യസ്ത വീക്ഷണമാണ്. ഇതിന്റെ എയിമിനെ പറ്റി, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, രാജാക്കന്മാർ എന്തിനാണ് ഇത് നൽകിയത് എന്നുള്ളതിനെ പറ്റി വ്യത്യസ്തമായ വീക്ഷണമാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ രാജാക്കന്മാർ ഭൂമി ദാനമായി നൽകിയിരുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടിയാണ്. വിശാലമായ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അന്ന് കൃഷിയില്ലായിരുന്നു. അപ്പൊ കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്. സ്ട്രാറ്റജി ഫോർ ടു എക്സ്റ്റെൻഡ് അഗ്രികൾച്ചർ അതായിരിക്കും. പിന്നീടാണെങ്കിൽ സാമന്തന്മാരുടെ മുകളിൽ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന് പുതിയ ശക്തരായ ആൾക്കാരിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ സഹായം നേടാനുള്ള ഒരു മാർഗമായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു. ഭൂദാന സമ്പ്രദായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് രാജാക്കന്മാർ സ്വയം അതിമാനുഷ്യരായി കാട്ടാനുള്ള ഒരു മാർഗമായിട്ട്. കൃഷിക്കാരും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ ഈ ഇൻസ്ക്രിപ്ഷൻസ്, ഈ ശിലാലിഖിതങ്ങൾ വളരെ സഹായകരമായിട്ടുണ്ട്. പക്ഷേ കൃഷിക്കാരോ വൻകിട ഭൂവുടമസ്ഥരോ കൃഷി തൊഴിലാളികളോ ബ്രാഹ്മണരോ സന്യാസിമാരോ ഒന്നുമല്ലാത്ത വലിയൊരു വിഭാഗം സമൂഹത്തിലുണ്ടായിരുന്നു. മീൻപിടുത്തക്കാർ, വീട്ടുവേലക്കാർ, അടിമകൾ തുടങ്ങി ഒരുപാട് വരുന്ന ഒരു വലിയ സമൂഹം. അവരെപ്പറ്റി യാതൊരു പരാമർശങ്ങളും ഈ ശിലാലിഖിതങ്ങളില്ല എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ പരിമിതിയാണ്.